അല്ല, ഇതുവരെ അപകടം നടക്കാത്ത ഇത്ര വലിയൊരു അപകടം നടന്നിട്ടില്ല. അപകട സാധ്യത കുറഞ്ഞൊരു വിമാനമാണ്. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊന്നും അതിന് ആ ബ്ലാക്ക് ബോക്സ് ഒന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിനെന്തെങ്കിലും കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ശേഷം മതി അങ്ങനെ ഒരു കൺക്ലൂഷനിൽ വരിക. ഇപ്പം തന്നെ ഒരു അട്ടിമറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലുണ്ട്. സോ ലെറ്റ്സ് ഓൾ വെയിറ്റ് ഫോർ ഇറ്റ് എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും സങ്കടകരമായിട്ടുള്ളൊരു ഇതിനു മുമ്പ് എയർ ഇന്ത്യക്ക് മാത്രം ഇതുപോലെ ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. ക്രാഷിന് ബോയിങ്ങിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഡ്രീം ലൈനർ ഇതൊരു അഡ്വാൻസ്ഡ് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ്. അപ്പം അതിനാദ്യമായിട്ടാണ് ഇതൊരു സംഭവം സംഭവിച്ചത്. ഇത് ലോകത്തിലെവിടെയും നടക്കാത്തൊരു സംഭവം. അപ്പം അതിൽ ഞാൻ നേരത്തെ ചോദിച്ച പോലുള്ള ആ ഒരു സംഭവം അതെന്താണെന്നുള്ളതെല്ലാം അന്വേഷണത്തിൽ തെളിയും. അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്ത് 32 സെക്കൻഡിലാണ് വീണിരിക്കുന്നത്. അത്രയും വാണിംഗ് ഒന്നും ഇല്ലാത്തൊരു മെഷീൻ അല്ലല്ലോ അത്. അതുപോലെ തന്നെ ഇങ്ങനെ വീഴാതിരിക്കാനുള്ള ടെക്നോളജി എല്ലാം ഉണ്ട് അതിനകത്തോട്ട്. എൻജിൻ ഓഫായി കഴിഞ്ഞാലും ഇങ്ങനെ സ്വിങ് ചെയ്ത് പോകാനുള്ള പല ടെക്നോളജി ഉണ്ട്. ബട്ട് പൈലറ്റിന്റെ എക്സ്പീരിയൻസ് കുറവായിരിക്കും, അങ്ങനെ പറയാൻ പറ്റില്ല. 8000 മണിക്കൂർ ഓടിച്ചിട്ടുള്ള ഒരാളാണ് ഫസ്റ്റ് പൈലറ്റ് ക്യാപ്റ്റൻ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ 1200 ഹവേഴ്സ് ഫ്ലൈ ചെയ്തിട്ടുള്ള ആളാണ്. അവർക്കൊന്നും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. 8000 എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. അവർക്ക് കണ്ണടച്ചിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് 8000 മണിക്കൂർ എന്നൊക്കെ പറയുന്നത്. അപ്പം അതൊന്നുമല്ല, എന്താണെങ്കിലും കണ്ടറിയാം എന്നുള്ളത് മാത്രം. എയർ ഇന്ത്യനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ടല്ലോ. അതെപ്പോഴും എന്ത് വന്നു കഴിഞ്ഞാലും മറ്റേ എയർലൈൻസുകൾ കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് എയർ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്നാൽ കിടക്കട്ടെ, കിട്ടിയ സമയം ഒന്നും അടിക്കാന്ന് പറഞ്ഞത്. അല്ല, ഒരാൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. അതാണ് ഞാൻ പറയുന്നത്. മരണമെന്നുള്ളത് നമ്മുടെ സമയം വന്നാൽ ആ മനുഷ്യതായിട്ടില്ല, അത്രമാത്രമേ. പക്ഷെ അയാൾ പറയുന്നുണ്ടല്ലോ, ഞാൻ ഓടിപ്പോയി പിടിച്ചെങ്കിൽ വലിച്ചു എന്നോ. അയാൾ എമർജൻസി ഡോറ് തുറന്നു, ഇയാൾ ചാടലും ഇവിടെ ഇടിക്കലും എല്ലാം കൂടെ ഒരുമിച്ചിട്ടായിരുന്നു. അപ്പം എന്തോ ദാറ്റ്സ് എ മിറാക്കിൾ. എനിവേ, ഓൾറൈറ്റ്. താങ്ക് യു സാർ.